കൃഷ്ണ ഗുരുവായൂരപ്പ, നമുക്ക് എല്ലാവർക്കും സർവ്വരോഗത്തിനും ശാന്തിക്കായിട്ട് ഏറ്റവും ഉതകുന്ന ഒരു അത്ഭുത ശ്ലോകമാണ്. ആ ശ്ലോകം നിത്യവും ജപിച്ചാൽ അല്ലെങ്കിൽ കേട്ടാൽ നമ്മളെ ഏത് തരത്തിലുള്ള അസുഖമാണെങ്കിലും അതിന് മാറ്റം വരും എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്. അതാണ് സത്യവും. അത് ഭാഗവതത്തിൽ തന്നെ അതൊന്ന് കടഞ്ഞെടുത്ത, അതായത് നമ്മുടെ നാരായണീയത്തിലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ആ ശ്ലോകമാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഏത് തരത്തിലുള്ള രോഗപീഠകൾ ഉള്ള ആളുകൾക്കും ഈ ഒരു മന്ത്രം, ഈ ഒരു ശ്ലോകം ജപിച്ചാൽ അതിൽ നിന്നും കരകയറാമെന്നുള്ളതാണ് ചരിത്രം തന്നെ. കാരണം മേൽപ്പത്തൂരിന് തന്നെ ആ നാരായണീയം ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലിരുന്ന് നാരായണീയം എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാതരോഗം മാറ്റിക്കൊടുത്ത ആ ഗുരുവായൂരപ്പനാണ്. അപ്പോൾ നമുക്കും ആർക്ക് വേണമെങ്കിലും അത് കുറച്ച് ഭക്തിയോട് കൂടിയിട്ട് ജപിക്കാൻ കഴിഞ്ഞാൽ ഏത് അസുഖം, ഇന്നത്തെ ഭൂമിയിലുള്ള ഏത് അസുഖത്തിനും പ്രതിമരുന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഏക ശ്ലോകം തന്നെയാണത്. ആ ഒരു ശ്ലോകം എന്ന് പറഞ്ഞാൽ നാരായണീയം, അതായത് മൃതസഞ്ജീവിനി ആയിട്ട് തന്നെ ഉപയോഗിക്കാം. നാരായണീയം രോഗശാന്തിക്ക് ഏറ്റവും ഉത്തമമാണ്. ആ നാരായണീയത്തിലെ 8ാമത്തെ ദശകത്തിലെ 13ാമത്തെ ആ ശ്ലോകമാണ് നമുക്ക് ഇന്ന് ഉപയോഗിക്കാനുള്ളത്. അത് ജപിച്ചു കഴിഞ്ഞാൽ ഏത് വിധ രോഗങ്ങളിൽ നിന്നും മോചനം കിട്ടും എന്നുള്ളത് 100% സത്യമായൊരു കാര്യം തന്നെയാണ്. ഒരുപാട് പേര് മേൽപ്പത്തൂർ മുതൽ ഇങ്ങോട്ട്, പൂന്താനം മുതൽ ഇങ്ങോട്ട്, നമ്മുടെ തന്നെ അടുത്തടുത്തുള്ള ആളുകളിൽ പലർക്കും ഈ ഒരു അത്ഭുത ശ്ലോകം കൊണ്ട് അസുഖം മാറിയിട്ട് വളരെ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം കൊണ്ട് ജീവിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് ചുറ്റും കാണപ്പെടുന്നത്. അപ്പോൾ അത് അത്രയ്ക്കും ഉത്തമമായ ആ ഒരു ശ്ലോകമാണ്. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വമിത്തമുസ്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്തിവാദാലയ വാസവിഷ്ണു. അതായത് അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നനു പരമാത്മൻ വാദാലയ വാസവിഷ്ണു. അതായത് പരബ്രഹ്മസ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പ വിഷ്ണു. അസ്മിൻ പാത്മകൽപ്പേ, ഈ പാത്മകൽപ്പത്തിൽ, ഇത്തം ഉത്താപിത പത്മയോനി അനന്തഭൂമ, ഇപ്രകാരം ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവനും അപരിച്ഛിന്ന മഹാത്മ്യശാലിയുമായ അവിടുന്ന് മമ രോഗരാശിം നിരുന്തി, എൻ്റെ രോഗസമൂഹത്തെ നിവാരണം ചെയ്താലും. അതായത് ഇങ്ങനെ പറയുന്നു: അല്ലയോ വിശ്വകാരണഭൂതനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വാണരുളുന്ന മഹാവിഷ്ണു, ഈ പത്മകൽപ്പത്തിൽ ഈ വിധം സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവിനോട് കൂടിയവനായി അന്തമില്ലാത്ത മഹാത്മ്യത്തോടു കൂടിയിരിക്കുന്ന അങ്ങ് എൻ്റെ എല്ലാവിധ രോഗസമൂഹങ്ങളെയും നശിപ്പിക്കണമേന്ന് നമ്മുടെ ഉള്ള് അറിഞ്ഞ് മനസ്സുകൊണ്ട് അത്രയും വേദനിച്ച് ആ ഭക്തിയിൽ വിളിക്കുന്ന ആ വിളി അത് ഉണ്ടെങ്കിൽ നമ്മൾ 108 പ്രാവശ്യം ദിവസം ചെല്ലുക. 45 ദിവസം തികച്ച് ചെല്ലിയാൽ 46ാമത്തെ ദിവസത്തിന് നമുക്കതിന്ന് നമ്മൾ എന്തിനാണോ, എന്ത് രോഗത്തിനാണോ ശാന്തിക്കായിട്ട് നമ്മൾ ഈ മന്ത്രം ചൊല്ലിയത്, ഈ ശ്ലോകം ചൊല്ലിയത്, അത് തീരുമാനമായിട്ട് തരും. അതായത് അതിന് മാറ്റം സംഭവിപ്പിച്ച് തരുമെന്നുള്ളത് 100% തന്നെ എല്ലാവർക്കും വിശ്വാസയോഗ്യമായ വസ്തുതയാണ്. മേൽപ്പത്തൂർ മുതൽ ഇന്ന് ഇതുവരെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ആ ഒരു മന്ത്രം കൊണ്ട്, ആ ഒരു ശ്ലോകം കൊണ്ടാണ്
സർവ രോഗശാന്തിക്കായിട്ടുള്ള ഈ ഒരു അത്ഭുത ശ്ലോകം കൊണ്ടാണ് ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ആ ശ്ലോകം ഒന്നുകൂടി ചെല്ലാം. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വമിത്തമുസ്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്തിവാദാലയവാസവിഷ്ണോ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. രോഗപീഠകളായി ബുദ്ധിമുട്ടുന്ന അനുഭവിക്കുന്ന നമ്മുടെ ഭക്തർക്കൊക്കെ ഇത് ഉപകാരപ്രദമാവട്ടെ. അപ്പോൾ എല്ലാവരും അത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ബാക്കിയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ. ഹരേ കൃഷ്ണ.